കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ആ ചരിത്രപരമായ വ്യാപാര കരാറിനെ കുറിച്ചാണല്ലോ. 50% ടാക്സ് ഒറ്റയടിക്ക് 18% കുറഞ്ഞു, റഷ്യൻ എണ്ണയുടെ പേരിലുള്ള പിഴ ഇന്ത്യക്ക് ഒഴിവാക്കി കിട്ടി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മോദിയും ട്രംപും തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടാണെന്ന്. തീർച്ചയായും അത് പ്രധാനമാണ്. പക്ഷേ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരു സൈലന്റ് പ്ലെയർ ഉണ്ട്, ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ഡൽഹിയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ. ട്രംപിന്റെ വിശ്വസ്തനായ ഈ യുവ നയതന്ത്രജ്ഞൻ ജനുവരിയിൽ ഡൽഹിയിൽ എത്തിയത് മുതൽ കാര്യങ്ങൾ ഒരു സിനിമ പോലെയാണ് മാറിയത്. ആരാണ് സെർജിയോ ഗോർ? സെർജിയോ എങ്ങനെയാണ് ഇന്ത്യയുടെ രക്ഷകനായത്? പരിശോധിക്കാം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കിയ വ്യാപാര കരാറുകളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യ-US വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ വമ്പൻ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചാലക ശക്തിയായി ഇന്ന് ലോകം വാഴ്ത്തുന്നത് ഡൽഹിയിലെ അമേരിക്കൻ സ്ഥാനാധിപതി സെർജിയോ ഗോറിനെയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനായ ഈ യുവ നയതന്ത്രജ്ഞൻ ജനുവരിയിൽ ഇന്ത്യയിൽ എത്തിയതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയൊരു ഊർജ്ജസ്വലത കൈവരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തെ ഒരു ശക്തമായ സാമ്പത്തിക കരാറാക്കി മാറ്റുന്നതിൽ സെർജിയോ ഗോർ വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. സാധാരണ ഒരു വ്യാപാര കരാർ ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങളോളം ചർച്ചകൾ നടക്കണം, നൂറുകണക്കിന് ഫയലുകൾ നീങ്ങണം. എന്നാൽ സെർജിയോ ഗോർ വന്നതോടെ എല്ലാം ഫാസ്റ്റ് ട്രാക്കിലായി. വെറും ഒരു അംബാസിഡർ എന്നതിലുപരി പ്രസിഡന്റിന്റെ ആശയങ്ങൾ നേരിട്ട് മോദിയിലേക്ക് എത്തിക്കുന്ന ഒരു പാലമായി അദ്ദേഹം മാറുകയായിരുന്നു. സ്റ്റേ ട്യൂൺഡ് എന്ന അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മതിയായിരുന്നു ലോകം മുഴുവൻ ചർച്ച ചെയ്യാനായിട്ട്. മൈക്കൽ കുഗൽമാനെ പോലെയുള്ള വിദഗ്ധർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ മാൻ ഹൂ മെയ്ഡ് ദ ഡിഫറൻസ്, മാറ്റം സൃഷ്ടിച്ച മനുഷ്യൻ എന്നാണ്. ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരുന്ന ഇറക്കുമതി തീരുവ 18% കുറച്ചു എന്നതാണ്. ഇത് ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇതിലുപരി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന 25% ശിക്ഷാ നികുതി പിൻവലിച്ചതും വലിയൊരു നയതന്ത്ര വിജയമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ന്യായങ്ങൾ പ്രസിഡന്റ് ട്രംപിനെ ബോധ്യപ്പെടുത്തുന്നതിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിലും ഗോർ കാണിച്ച ഒരു വേഗതയാണ് വിദേശകാര്യ വിദഗ്ധരെ അമ്പരപ്പിക്കുന്നത്. നയതന്ത്ര ലോകത്ത് സെർജിയോ ഗോർ എന്ന പേര് ഇന്ന് മാറ്റത്തിന്റെ പര്യായമാണ് എന്ന് വേണം പറയാൻ. സാധാരണ നിലയിൽ ഇത്തരം വ്യാപാര കരാറുകൾക്ക് വർഷങ്ങളോളം നീളുന്ന ചർച്ചകളും നൂലാമാലകളും ഒക്കെ ഉണ്ടാവും. എന്നാൽ സെർജിയോ ഗോർ ഡൽഹിയിൽ എത്തിയതോടെ കാര്യങ്ങൾ അതിവേഗമാണ് നീങ്ങിയത്. ഇന്ത്യയുടെ സങ്കീർണമായ സാമ്പത്തിക താൽപര്യങ്ങളെ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവുമായി പൊരുത്തപ്പെടുത്താൻ ഗോറിന് സാധിച്ചു. മൈക്കൽ കുഗൽമാനെ പോലെയുള്ള അന്താരാഷ്ട്ര നിരീക്ഷകർ ഗോറിനെ വിശേഷിപ്പിക്കുന്നത് വ്യത്യാസം സൃഷ്ടിച്ച മനുഷ്യനെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് വലിയൊരു മുൻതൂക്കം നൽകി. വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥ ഭരണകൂടത്തിന്റെ ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടന്നിരുന്ന പല വിഷയങ്ങളും ഗോറിന്റെ ഒരൊറ്റ ഫോൺ കോളിലൂടെ പരിഹരിക്കപ്പെട്ടു എന്നത് അദ്ദേഹത്തിന് ട്രംപ് ഭരണകൂടത്തിലുള്ള സ്വാധീനത്തെ കാണിക്കുന്നതാണ്. ഇനി അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടാൽ ശരിക്കും അത്ഭുതപ്പെടും. 1986 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലാണ് സെർജി ഗുറോവ്സ്കിയായി അദ്ദേഹം ജനിച്ചത്. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും പേര് മാറ്റുകയും ചെയ്തു. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ശേഷം സെനറ്റർ റാൻഡ് പോളിനൊപ്പമാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2020 ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്താണ് അദ്ദേഹം ട്രംപ് കുടുംബവുമായി അടുക്കുന്നത്. ട്രംപ് വിക്ടറി ഫിനാൻസ് കമ്മിറ്റിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന നിലയിൽ ഫണ്ട് സമാഹരണത്തിൽ അദ്ദേഹം വലിയ വൈദഗ്ധ്യം തെളിയിച്ചു. ട്രംപിന്റെ മകനോടൊപ്പം ഒരു പബ്ലിഷിംഗ് കമ്പനി പോലും അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയായ മാരലാഗോയുടെ മേയർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അത്രയ്ക്ക് സ്വാധീനമാണ് ഇദ്ദേഹത്തിന് ട്രംപിന്റെ മേലുള്ളത്. തിരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടെങ്കിലും ആ സൗഹൃദത്തിന് മങ്ങലേറ്റില്ല. ട്രംപ് വിശ്വസിക്കുന്ന വളരെ ചുരുക്കം വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് വൈറ്റ് ഹൗസിലെ പേഴ്സണൽ ഡയറക്ടറായും പിന്നീട് ഇന്ത്യയിലെ സ്ഥാനാധിപതിയായും ട്രംപ് അദ്ദേഹത്തെ നിയോഗിച്ചത്. നയതന്ത്രജ്ഞർ സാധാരണയായി ഉപയോഗിക്കുന്ന ആലങ്കാരികമായ ഭാഷയേക്കാൾ കൃത്യമായ ലാഭനഷ്ടങ്ങൾ കണക്കാക്കിയുള്ള ഇടപാടുകൾക്കാണ് ഗോർ എന്നും മുൻഗണന നൽകിയത്. ശശി തരൂരിനെ പോലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾ നിരീക്ഷിച്ചതുപോലെ ഗോർ പ്രതിനിധീകരിക്കുന്നത് നയതന്ത്രത്തിന്റെ പുതിയൊരു ശൈലിയാണ്. ഇവിടെ സൗഹൃദത്തെക്കാൾ ഉപരി പരസ്പര താൽപര്യങ്ങൾക്കാണ് മുൻതൂക്കം. ഇന്ത്യയെയും അമേരിക്കയും പരസ്പരം വിട്ടുപിരിക്കാനാവാത്ത പങ്കാളികളായി കാണുന്ന പാക് സിലിക്ക എന്ന പദ്ധതിയിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചതും ഗോറിന്റെ താൽപര്യപ്രകാരമാണ്. ഇന്ത്യയിലെത്തിയ ഉടൻ ഗോർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യം ഊന്നി പറഞ്ഞു. യഥാർത്ഥ സുഹൃത്തുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവസാനം അവർ അത് പരിഹരിച്ചിരിക്കും. ഈ വാക്കുകൾ കേവലം ഒരു പ്രസംഗം മാത്രമായിരുന്നില്ല എന്ന് ഇപ്പോഴത്തെ വ്യാപാര കരാർ തെളിയിക്കുന്നു. വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി മത്സരിക്കുന്ന ഇന്ത്യക്ക് അമേരിക്കൻ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്.
ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം പരിഹരിച്ചത് ഗോറിന്റെ വലിയൊരു നയതന്ത്ര വിജയമാണ്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. എന്തായാലും ഈ ഒരു കരാറ് കേവലം വ്യാപാരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കൃത്രിമ ബുദ്ധി AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും അമേരിക്കയും ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള അടിത്തറയാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ ആഗോള പങ്കാളിത്തമാണെന്ന് ഗോർ വിശേഷിപ്പിക്കുന്നു. ട്രംപിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ തന്റെ അജണ്ട നടപ്പിലാക്കാൻ പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ഒരാളാണ് ഗോർ. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ താൽപര്യങ്ങളെ കൂടി സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭാവിയിൽ സെർജിയോ ഗോറിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ വേഗതയേറിയതും എന്നാൽ കൃത്യവുമായ പ്രവർത്തന ശൈലി മറ്റു രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർക്കും ഒരു മാതൃകയാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് ആഗോള ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തും. സെർജിയോ ഗോർ എന്ന നയതന്ത്രജ്ഞൻ ഡൽഹിയിൽ ഇരുന്ന് നടത്തുന്ന ഓരോ നീക്കവും ലോകം ഇനി വളരെ താല്പര്യത്തോടെയാകും വീക്ഷിക്കുക. ഈ വ്യാപാര കരാർ കേവലം ഒരു തുടക്കം മാത്രമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരിധിയില്ലാത്ത സാധ്യതകളിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണിത്. ചുരുക്കത്തിൽ സെർജിയോ ഗോർ എന്ന ഈ യുവ നയതന്ത്രജ്ഞൻ ഡൽഹിയിൽ ഇരിക്കുന്നത് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഉദ്യോഗസ്ഥ ഭരണകൂടത്തിന്റെ ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടന്നിരുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ഒരു ഫോൺ കോളിലൂടെ പരിഹരിക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ കൈകോർക്കുമ്പോൾ അത് പുതിയൊരു ചരിത്രമാണ്. സെർജിയോ ഗോറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം.